നമ്മുടെ സിനിമ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആളുകൾ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒന്നുമില്ല, തമിഴ് പടം പോലെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്തൊരു പടമാണ്. ദിലീപേട്ടൻ ശരിക്കും എങ്ങനെ ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്നത്? കാരണം ഈ ക്യാരക്ടർ കുറച്ച് എക്സെൻട്രിക് ആണ്, അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ദിലീപേട്ടൻ തന്നെയായിരുന്നു. ദിലീപേട്ടൻ അങ്ങനെ നമ്മൾ ഒരുപാട് നാളെ അത്രയും ഹെവി ആക്ഷൻ ബ്ലോക്കിൽ കണ്ടിട്ട് ഞാൻ ആകെ ഒറ്റ കാര്യം ദിലീപേട്ടനുണ്ട്, ദിലീപേട്ടൻ ചിരിച്ചോണ്ടടിച്ചാണ്. തിയേറ്ററിൽ കിട്ടുന്ന ഒരു വൈബ് വേറെയാണ്. ആ സോങ് മുന്നേ ഇറങ്ങുമ്പോഴുള്ള അഭിപ്രായം അല്ലെങ്കിൽ തിയേറ്ററിന് ശേഷം ഇറങ്ങുന്ന അഭിപ്രായം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ള ഉറപ്പായിരുന്നു. ഇപ്പൊ നമ്മൾ ചില സീനിലൊക്കെ വെച്ച റെഫറൻസുകളോ അല്ലെങ്കിൽ അത്ര സ്പൂഫുകളൊന്നും എല്ലാവർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെ മനസ്സിലാവാത്ത കാര്യങ്ങൾ വന്നാൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ അസ്ഥാനത്താവാം. ചില സീനുകൾക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. പർട്ടിക്കുലർ കാര്യത്തിൽ നിന്നും ഉള്ളൊരു വിഷ്വലൈസേഷൻ ആണ് ഈ സിനിമയിൽ ആ പർട്ടിക്കുലർ സീൻ. ആ സീൻ പോലും റെഫറൻസ് ആണ്. നൂറിന്റെ ഇപ്പൊ പ്രൊഫൈലിലൊക്കെ ഇപ്പൊ ഒരു സൈബർ അറ്റാക്ക് രൂപത്തിലായിരുന്നു. ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നമ്മളെ ഭയങ്കര പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര വിഷമമുള്ള മൊമെന്റ്സ് ആയിരുന്നു. ലാലേട്ടൻ നമ്മളോട് ഇങ്ങനെ ചോദിച്ചു, അന്ന് 1000 ലൈറ്റ് ഹൗസ് എന്ന് ചോദിച്ചു. ലാലേട്ടൻ പറഞ്ഞ സെഷനാണ് തുമ്മുമ്പോ പൊടി. എന്തായാലും തലമുറകളുടെ നായകൻ നമ്മൾ അതിനെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 എഴുതിയിട്ടുണ്ടോ? അണ്ണനും അവനും ചെയ്ത കാര്യങ്ങൾ അതിന് 1.5 കാലമായിരുന്നു. അതിൽ ത്രൂ ഔട്ട് ലാലേട്ടൻ ഉണ്ടാവും ഉറപ്പായിട്ടും. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് ബബ്ബയെ കുറിച്ചാണ്. അതിന്റെ റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടർ കോംബോ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ ലെറ്റ് മി വെൽക്കം ധനഞ്ജയ്, നൂറിൻ ആൻഡ് ഫാഹിം. സോ 3 പേർക്കും വെൽക്കം. ഈ ഹൃദയത്തിന്റെ സക്സസിന് ഒരു ഇന്റർവ്യൂല് വിനീതേട്ടൻ ഇങ്ങനെ എഴുതി ഒപ്പിട്ടെന്നല്ലോ, ധനഞ്ജയ് എത്ര പെട്ടെന്ന് പടം ചെയ്യണം എന്നുള്ളത്. അപ്പോ ഒരു ഡ്രീം കം ട്രൂ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു 10 years ആയി അസിസ്റ്റന്റ് ഡയറക്ടർ അസോസിയേറ്റ് ഒക്കെ ആയിട്ട്. അപ്പോൾ എന്താ പോസ്റ്റ് റിലീസിന് ശേഷം കിട്ടുന്ന ഫീഡ്ബാക്കും ഒരു സെൽഫ് ഹാപ്പിനെസ്സും? ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ നമ്മുടെ സിനിമ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആളുകൾ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ ആളുകൾ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും വിസിലടിക്കാനൊക്കെ തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആളുകൾ തിയേറ്ററിൽ അത് എൻജോയ് ചെയ്യുന്ന പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ആദ്യം അത് എല്ലാ പ്രേക്ഷകരോടും നന്ദിയാണ്. കാരണം വെച്ചാൽ അത് ഈ രീതി തന്നെ ഈ സിനിമയുടെ അതേ രീതി തന്നെ എടുത്തതിൽ ഭയങ്കര സന്തോഷവും നന്ദിയും ഒക്കെ ഉണ്ട്. ഈ കപ്പിൾ റൈറ്റേഴ്സ് ആയിരിക്കുമ്പോൾ ഒരു എന്തോ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഓർമ്മിച്ച് പറഞ്ഞാൽ മതി. അഡ്വാൻറ്റേജ് ഒന്നുമില്ല, നമ്മള് 24/7 ഡിസ്കസ് ചെയ്യാം. 24/7 നമ്മള് ഡിസ്കസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് തന്നെയാണ് ഡിസഡ്വാൻറ്റേജ്. 24 hours ഉണ്ടാവും. നമ്മള് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാമല്ലോ, നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ഇത് തന്നെ ആയിരിക്കും. നിങ്ങളുടെ ഇടയിലേക്ക് ഈ പാവം പോലെ ഇരിക്കുന്ന ഡയറക്ടർ വരാനുണ്ടായ ഒരു മൂവ്മെന്റ് എന്തായിരുന്നു? അതായത് ഞാൻ വിനീതേട്ടനാണ് നമ്മളെല്ലാവരുടെയും ഒരു ലിങ്കിങ് ഫാക്ടർ. വിനീതേട്ടനും വിശാഖേട്ടനും നമ്മുടെ മെറിലാൻഡിലെ. അപ്പൊ അവർ രണ്ടുപേരുമാണ് നമ്മളെ ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് പരിചയപ്പെടുത്തുന്നതും. നിങ്ങളെ ഒരുമിച്ച് സിനിമ ചെയ്താൽ നല്ല വൈബായിരിക്കും, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സിനിമ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ ഞങ്ങൾ കുറെ പല പ്രോജക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരമൊക്കെ നടന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ ധനഞ്ജയ്ക്കും ഒക്കെ ചെയ്യണം, ഒരു സ്പൂഫ് റെഫറൻസ് സിനിമ. അപ്പൊ അത് മലയാളത്തിൽ എങ്ങനെയാണ് ആൾക്കാർ എടുക്കാന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് ചെയ്യാന്നൊക്കെ ഉള്ള ഡിസ്കഷൻ വന്ന് പിന്നെ അതിന് നമ്മളെല്ലാവരും ഒന്നിച്ചാൽ നന്നായിരിക്കും തോന്നി. അങ്ങനെയാണ് പിന്നെ. ധനഞ്ജയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഇവരുടെ ഒപ്പം, ഈ ഒരു ബെൽറ്റിന്റെ ഒപ്പം, ഫാമിലിയുടെ ഒപ്പം? ഭയങ്കര, കാരണം ഞാൻ ഇവിടെ കൊച്ചിയിൽ ഞാൻ ആ സമയത്തൊക്കെ വരുമ്പോൾ എനിക്ക് താമസിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ഇവരുടെ ഫ്ലാറ്റിലാണ് നിൽക്കാറ്. പിന്നെ നൂറിന്റെ സ്പെഷ്യൽ ഡിഷൊക്കെ കിട്ടും. പേരൊക്കെ മുളക് പൊടി ഇട്ടത്, ഫ്രൂട്ട്സ് പരിപാടി, ചിക്കൻ വെള്ളത്തിലിട്ട് പൊരിച്ചൊരു സാധനമുണ്ട്. അങ്ങനെയുള്ള ഭയങ്കര ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു. ബബ്ബയുടെ ഫസ്റ്റ് അനൗൺസ്മെന്റില് അതിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ആളുകൾക്ക്. കാരണം ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇപ്പൊ ദിലീപേട്ടനെ എങ്ങനെ വ്യത്യസ്തമായിട്ട് കാണിക്കാമെന്നുള്ളത് ഭയങ്കര ആളുകൾക്ക്, പുതിയ ഡയറക്ടേഴ്സിന് എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഈ ദിലീപേട്ടൻ ശരിക്കും എങ്ങനെ ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായ ദിലീപേട്ടൻ മൂവ്മെന്റ് എന്തായിരുന്നു? ബബ്ബയില് ആ റഡാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ദിലീപേട്ടനായിരിക്കും. ആണോ? അപ്പോൾ അല്ല, ദിലീപേട്ടൻ നമ്മൾ ആദ്യം വേറൊരു രീതിയിൽ ആലോചിച്ചൊരു പടമാണിത്. അപ്പോൾ അവിടുന്ന് നമ്മളത് അതിന് ഈ പറഞ്ഞ പോലെ കുറച്ച് സമയങ്ങൾ മാറും എന്നൊക്കെയുള്ള ആയതുകൊണ്ട് നമ്മളത് പിന്നെ ആലോചിച്ചത്, കാരണം ഈ ക്യാരക്ടർ കുറച്ച് എക്സെൻട്രിക് ആണ്. ഇതിനെ ഇങ്ങനെ, അതായത്
എന്താ പറയുക, ഇതിന് അത്രയും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഇങ്ങനത്തെ ചെയ്ത് പരിചയമുള്ള ഒരാൾ വേണം. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ദിലീപേട്ടൻ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ പിന്നെ ചിന്തിച്ചത്. കാരണം വെച്ചാൽ പുള്ളിക്കാണ് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ദിലീപേട്ടനിലേക്ക് നമ്മൾ എത്തിയത്. കഥ പറയുമ്പോൾ എന്തായിരുന്നു ഫീഡ്ബാക്ക്, ഫസ്റ്റ് ഫീഡ്ബാക്ക്? ദിലീപേട്ടൻ കഥ പറയുമ്പോൾ ശരിക്കും കഥ പറയുമ്പോൾ ഇങ്ങനെ കണ്ണുകൂട്ടിരിക്കുക, ഉറങ്ങിപ്പോയോ പക്ഷെ എല്ലാം കേൾക്കും, എല്ലാ കാര്യങ്ങളും കറക്റ്റ് കേട്ട് അതിന്റെ ക്ലിയർ ഡൗട്ടും പരിപാടികളും ഒക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് പുള്ളി ഭയങ്കര ക്യാരവനിൽ വെച്ചിട്ട്. അപ്പൊ പുള്ളി കണ്ണടച്ചിങ്ങനെ കേൾക്കും, കോസ്റ്റ്യൂമിലാണ്. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് പെട്ടെന്ന് സീനാകുമ്പോ അവര് വിളിക്കും. അപ്പൊ പുള്ളി പറയും ഒരു മിനിറ്റ് തന്നെ പോകും. നമ്മൾ വിചാരിക്കും തിരിച്ചു വരുമ്പോഴത്തേക്കും ഒന്നാമത് കണ്ണടച്ചായിരുന്നത്, അടുത്തേക്ക് ബാക്കി ആദ്യം പറയണം. വന്ന് തിരിച്ച് സ്റ്റെപ്പ് കയറുമ്പോ പുള്ളി പറയും, അപ്പൊ ആ സീൻ പറയും മുമ്പ് നിർത്തിയ, അത് കഴിഞ്ഞിട്ട് വീണ്ടും. അപ്പൊ കൃത്യം പുള്ളി ഇങ്ങനെ സിനിമയായിട്ട് ഇതിങ്ങനെ മനസ്സിൽ കണ്ട് അങ്ങനെ സൈലന്റ് ആയിട്ടിരുന്ന കേൾക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ദിലീപേട്ടൻ ഭയങ്കര ചിരിച്ച് കളിയും അങ്ങനെയൊക്കെ ഭയങ്കര സൈലന്റ് ആയിട്ട് കണ്ണുകൂട്ടിയിരുന്ന് ഫുള്ള് കേൾക്കും. കഴിഞ്ഞിട്ടേ പുള്ളി സംസാരിക്കുള്ളൂ. അതുവരെ പുള്ളി നമുക്ക് ഈ യങ് ടീമിന്റെ കൂടെ ദിലീപേട്ടൻ വരുന്നു എന്നുള്ളൊരു പ്രത്യേകത ഇതിനകത്ത് ഫസ്റ്റ് അനൗൺസ്മെന്റിൽ ഉണ്ടായിരുന്നു. കാരണം എല്ലാരും യങ് ആണ് വിത്ത് ഒരു പുതിയ ഡയറക്ടർ എന്നുള്ളത്. അപ്പൊ പക്ഷെ ധനഞ്ജയുടെ പറ്റിയിട്ട് ആളുകൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ വിനീത് സ്കൂളുണ്ട്, അതിനകത്ത് ധ്യാൻ സ്കൂളുണ്ട്, വൈശാഖേട്ടന്റെ സ്കൂളുണ്ട്, എല്ലാ സ്കൂളിലും കൂടെ പോയിട്ടാണല്ലോ പറഞ്ഞത്. എങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ് മൂവ്മെന്റ്, ഫസ്റ്റ് ഡേ ഷോട്ട് എടുത്ത മൂവ്മെന്റ്? ഫസ്റ്റ് ഡേ ഷോട്ട് എടുക്കുന്നത് വിനീതേട്ടന്റെ ഷെഡ്യൂളായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോൾ വിനീതേട്ടനെ വെച്ചിട്ടാണ് ഈ പടം തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് അത് കാരണം വെച്ചാൽ നമ്മുടെ എന്താ പറയുക, വിനീതേട്ടനെ വെച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പുള്ളിൻ്റെ കൂടിയാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അതൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. ആ വിനീതേട്ടനെ വെച്ചിട്ടൊരു സീൻ ചെയ്യുമ്പോൾ അത് എങ്ങനെ അത് ആയി വരും എന്നുള്ളതിനനുസരിച്ച് വിനീതേട്ടൻ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഫസ്റ്റ് നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ആശാൻ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു പേടിയുണ്ടല്ലോ, അതുണ്ടായിരുന്നു. അങ്ങനെ ഒരു മൊമെന്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ധ്യാൻ ചേട്ടന് എടുത്തപ്പോഴും ധ്യാൻ ചേട്ടൻ എടുത്തപ്പോൾ ഫ്രീ ആയിരുന്നു. നമ്മളോട് അങ്ങനെയാണ് നിൽക്കുന്നത്. വിനീതേട്ടൻ എപ്പോഴും നമ്മളൊരു ഏട്ടൻ ഫീലാണ്. വിനീതേട്ടൻ ധ്യാനേട്ടൻ നമ്മളെ കൂടെ ഏട്ടൻ തന്നെയാണെങ്കിലും നമ്മളെ കൂടെ കമ്പനി ആവുന്ന ഒരു ഏട്ടൻ ഉണ്ടല്ലോ, ആ ഒരു സാധനമാണ്. കുറെ സെൽഫ് ട്രോൾ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഈ ചെന്നൈ റെഫറൻസും വിനീതേട്ടനെ തന്നെ പീക്ക് ട്രോൾ ചെയ്തിട്ടുള്ള കുറെ പരിപാടികളുണ്ട്. അതൊക്കെ പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്ക് അത് എഴുതാനുള്ളൊരു ആ വൈബ്. നമ്മളങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി തന്നെ ആദ്യമേ ഇറക്കി പുറപ്പെട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൽ വരുന്ന ആക്ടേഴ്സിനെ ആയാലും അവർ മുമ്പ് ചെയ്ത സിനിമകളിലും അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇതും ഒക്കെ വെച്ചിട്ട് തന്നെ അവരെ ട്രോളിങ്സ് അതും സ്പൂഫായിട്ട് കൺസിഡർ ചെയ്ത് അങ്ങനെ തന്നെയാണ് എല്ലാ ആക്ടേഴ്സും. ഇപ്പം വിനീതേട്ടനും ലാലേട്ടനും ദിലീപേട്ടനും എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മള് ലാലേട്ടന്റെ ക്യാരക്ടർ പോലും നമ്മൾ അങ്ങനെയുള്ള റെഫറൻസസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരോട് പറയുമ്പോഴും അത് പറയാൻ ചെല്ലുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ട്, അതിപ്പോ എന്താവും, അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ തീർന്നു നമ്മളെ മൊത്തത്തില് ആക്കണം. വിനീതേട്ടനോട് പറഞ്ഞപ്പോൾ വിനീതേട്ടൻ ഭയങ്കര ചിരിച്ച് അടിപൊളിയായിട്ട് തന്നെ കേട്ടത്. പുള്ളിക്ക് അത് ഓക്കെയാണ്, കാരണം പുള്ളി അത് എൻജോയ് ചെയ്യുന്ന ആളാണ്, ട്രോളൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. പിന്നെ ധ്യാനേട്ടനോടാണെങ്കിലും പറയുമ്പോ ധ്യാനേട്ടൻ അറിയാലോ ആ ഒരു സ്പിരിറ്റ്, എല്ലാ സ്പിരിറ്റിലാണ് എന്താ വെച്ചാൽ കാണിക്കടാ ഒരു പ്രശ്നമില്ല, ആ സ്പിരിറ്റിലാണ്. ദിലീപേട്ടനിലേക്ക് എത്തിയപ്പോ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാ പുള്ളി ഇത് എടുക്കാൻ പോകുന്നത്. അപ്പൊ പുള്ളിയുടെ നമ്മള് ആദ്യം അങ്ങനെ കൗണ്ടർ പറഞ്ഞിട്ട് വന്നൊരു സീന് പഴത്തൊലിയുടെ സീനാണ്. അപ്പൊ അത് ദിലീപേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോ അതുകൊണ്ട് എല്ലാം ഓടുവോ. പക്ഷെ പുള്ളി അത് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചിരിച്ച് പുള്ളി അങ്ങനെ തന്നെയാണ് നമുക്ക് ചെയ്യാം. ഞങ്ങൾ പറഞ്ഞു ധനഞ്ജയനോട് ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പുള്ളിക്ക് അറിയാം അങ്ങനെ പഴുത്തൊലി ട്രോളൊക്കെ. നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറയാം. ഈ സിനിമയുടെ സ്വഭാവം എല്ലാവർക്കും പ്രോപ്പറായിട്ട്. ദിലീപേട്ടൻ ഒന്നും പറയില്ല ഇത് കുറച്ച് ഓവറാണെന്ന് പറഞ്ഞ സീനുകളുണ്ടോ, കുറച്ച് ഓവറല്ലേ എത്രയ്ക്ക് വേണോന്ന് പറഞ്ഞ പുള്ളി നമ്മളെ നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമയാണെന്ന് ആദ്യമേ പുള്ളിയോട് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഒരു മീറ്ററിൽ നമുക്ക് അങ്ങനെ തന്നെ എല്ലാരും ഒരേ മീറ്ററിൽ നിന്നാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാരും വിശ്വസിച്ചു നമ്മളെ. ഈ ശരിക്കും കഴിഞ്ഞ ദിവസം CB മലയിൽ സാറിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോ സാർ പറഞ്ഞു, അതായത് സംരംഭത്തിലെ ലാലേട്ടന്റെ ക്യാമിയോ റിലീസ് ആവുന്ന മൂവ്മെന്റ് വരെ ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല പുറത്ത്. അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ അവരും 3-4 പേര് പിടിച്ച് ബാക്കിയാരും അറിഞ്ഞിട്ടില്ല. ശരിക്കും ഈ കാലത്ത് വരുമ്പോ ആ എക്സ്ക്ലൂസിവിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യം മുതലേ ഇങ്ങനെ ഭയങ്കര ഫെയ്ഡ് ഔട്ട് ആവുന്നുണ്ട്. കാരണം ലാലേട്ടൻ ഇനീഷ്യലി റൂമേഴ്സ് വരുന്നു, പിന്നെ ലാലേട്ടന്റെ ക്യാമിയോ വലുതാവുന്ന റൂമേഴ്സ് വരുന്നുണ്ട്, പിന്നെ റിയലോജിയാണ് ടൈറ്റിൽ കാർഡ് വരുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി അത് കുറച്ച് വിഷമമാവും? ഭയങ്കര വിഷമമുള്ള മൊമെന്റ്സ് ആയിരുന്നു. കാരണം നമ്മളെ സിനിമനെ പറ്റി പുറത്തു വന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വിഷമമുണ്ടായ കാര്യങ്ങൾ വെച്ചാൽ
ആ ഘട്ടങ്ങളിലൊന്നും പുറത്തു വരേണ്ട കാര്യങ്ങളായിരുന്നില്ല അതൊന്നും. ഉം. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് എത്രമാത്രം അത് വെച്ച് മാറ്റി നോക്കാൻ വെക്കാൻ ചെയ്യാൻ പറ്റും. പറ്റില്ല. പിന്നെ നമ്മൾ അതനുസരിച്ച് നമ്മുടെ പ്ലാനുകളും മാർക്കറ്റിംഗും കാര്യങ്ങളൊക്കെ മാറ്റാന്നുള്ളൂ. ഈ ട്രെയിലർ വന്നപ്പോ ആളുകൾ പറഞ്ഞ കാര്യമുണ്ട്, ലാലേട്ടൻ ശരിക്കും ഇത്ര കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള കമന്റുകൾ ഭയങ്കരമായിട്ടുണ്ടായി. കാരണം ലാലേട്ടൻ തന്നെ ഒട്ടുമിക്ക സീനുകളുടെ ഗ്ലിംസ് ട്രെയിലറിനകത്ത് ഉണ്ടായിരുന്നു. ശരിക്കും അത് നിങ്ങൾ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ റിസ്ക് തന്നെയായിരുന്നില്ല അത്? ശരിക്കും എന്തായിരുന്നു അങ്ങനെ ട്രെയിലറിനകത്ത്? നമ്മൾ 2 തരത്തിലുള്ള ട്രെയിലർ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഈ പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സാധനം എന്നുള്ള രീതിയിലാണ് നമ്മളിത് നമ്മുടെ കൂട്ടത്തിലുള്ള കൂടുതൽ പേരും രസമായിരിക്കും എന്ന് പറഞ്ഞത് ഇതായിരുന്നു. നമ്മളെല്ലാരോടും ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടാണ് ആ ട്രെയിലർ. ഈ പിന്നെ പോലെ പാട്ടുകളും ഭയങ്കര ഇതായിരുന്നു. സോന ഈ പറഞ്ഞ പോലെ നേരത്തെ ഞങ്ങള് ഈ അശരീരി പോലെ കേട്ടിരുന്നു. പക്ഷെ ഇതൊക്കെ എവിടെ കേൾക്കുന്നത്? പക്ഷെ ഈ രാരവേണു ഔട്ട് ഓഫ് സിലബസ് ഭാഗ്യം. അത് നമ്മൾ ഇറങ്ങുന്ന ഒരു ദൈവമേ പുറത്തു പോലെ വർദ്ധിച്ചിരിക്കുകയായിരുന്നു. രാരവേണുവാണെങ്കിലും മറ്റേ സോങ് ആണെങ്കിലും ദാങ്ങനൊക്കെ ആണെങ്കിലും അത് ശരിക്കും ആ 3 പാട്ടിന് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? കാരണം നൂറിന് ഒരു ചെറിയ റെഫറൻസ് ഉണ്ടായിരുന്നു. മണിച്ചേട്ട് ഇപ്പൊ അടാർ ലെവല് ട്രിബ്യൂട്ട് പോലൊരു സോങ് ഉണ്ട്. അതിൽ ഇൻട്രോ കൊടുക്കണ നൂറിന ആ ഇത് ശരിക്കും ഇവിടെ വന്നപ്പോ എങ്ങനെയായിരുന്നു? നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ പറഞ്ഞ ഇതും പുറത്ത് പോകുമെന്ന് നമ്മൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രാരവേണു സോങ് ഒക്കെ പോകുമ്പോ. പക്ഷെ എന്തോ അല്ല നിങ്ങക്ക് ശരിക്കും പറഞ്ഞു അത് പോയില്ലല്ലോ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നും കൊണ്ടല്ല, അത് ആൾക്കാർ വന്ന് കാണുമ്പോ കിട്ടുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഇത് തിയേറ്ററിൽ കിട്ടുന്ന ഒരു വൈബ് വേറെയാണ്. ഇതിപ്പോ അത് മുന്നേ ഇപ്പൊ നമ്മള് കഴിഞ്ഞാട്ടാണെങ്കിലും തിയേറ്ററിൽ കാണുന്ന വൈബ് വേറെയാണ്, ഓൺലൈനിൽ കാണുന്ന വൈബ്. ആ സോങ് മുന്നേ ഇറങ്ങുമ്പോഴുള്ള അഭിപ്രായം അല്ലെങ്കിൽ തിയേറ്ററിൽ ശേഷം മാറിയിരുന്നു. ചില കാര്യങ്ങൾ ഇതൊക്കെ ഇതാണ് നമ്മൾ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിന്റെ ലിറിക്ക് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് സിനിമയിലൂടെ കണ്ടിട്ട് വേണം ഇത് പിന്നെ കാണാൻ. അപ്പോഴാണ് ഇപ്പൊ ഹൈപ്പ് കയറി എങ്ങോട്ട് ഇത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എനിക്കൊന്നും അത് ഭയങ്കര വിമർശനമായിരുന്നല്ലോ. അതെ, നമ്മൾ ആ ക്യാരക്ടറിനെ വെച്ചിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ഗില്ലി ബാല എന്നുള്ള ക്യാരക്ടറിനെ ആൾക്കാർ ഇങ്ങനെ 2-3 സീനിലും ഹൈപ്പിനെ പറ്റി പറഞ്ഞിട്ടാണ് പറയുമ്പോ ഗില്ലി ബാല തന്നെയാണ് പറയുന്നത്. എങ്ങോട്ട് ഇതെന്ന് ചോദിച്ചിട്ടാണ് എന്താ മോനെ ചോദിച്ചിട്ടാണ് അവര് പാട്ട് തുടങ്ങുന്നത്. ഈ ലാലേട്ടനെ പോലെ തുമ്മിയ ഹൈപ്പ് ഇരുന്ന ഹൈപ്പ് നടന്ന ഹൈപ്പ് അത് നമ്മുടെ ഈ ഒരു കാലഘട്ടമായിട്ടും ഭയങ്കര ലാലേട്ടനെ എവിടെ മൂവ്മെന്റ്സ് ഉണ്ടായാലും ഇതാ. അപ്പൊ നിങ്ങൾ 3 പേരും രാവണപ്രഭുവിന്റെ റിലീസിന് അന്ന് നിങ്ങൾ 3 പേരും തിയേറ്ററിലുണ്ടായിരുന്നു. ആ സമയത്തുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും നിങ്ങളുടെ ഉള്ളിലൊരു ലാലേട്ടൻ ഫാൻ ബോയ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫാൻകൾ ഉണ്ടല്ലോ. ശരിക്കും നിങ്ങള് ലാലേട്ടനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു പ്രഷർ ഉണ്ടോ ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ? നമ്മൾ ആക്ച്വലി ഈ സിനിമയ്ക്ക് നമ്മൾ ആദ്യം ലാലേട്ടനെ കണ്ട് ലാലേട്ടനിലേക്ക് ഇന്നാവുന്ന മൊമെന്റ് വരെയാണ് നമ്മള് അത് തലയിൽ വെച്ചിട്ട് ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം ലാലേട്ടനും ആയാലും നമുക്ക് ഈ സിനിമയുടെ ഒരു ടോട്ടൽ ഇത് മനസ്സിലാക്കി ലാലേട്ടൻ ഇന്റർവ്യൂസിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങനത്തെ ഒരു സിനിമയാണ്, ഇത് മാഡാണ്, കീറി മുറിക്കാനാണെങ്കിൽ നിങ്ങൾ കാണണ്ട നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിയും ആ ഒരു സ്വഭാവത്തിൽ ഇപ്പൊ പുള്ളീനെ തന്നെ ഇപ്പൊ ഇതിനകത്ത് കമൽഹാസൻ സാറ് പുള്ളിയെ പറ്റി അറിയാലോ പറഞ്ഞത്, മോഹൻലാൽ ചിരിച്ചാൽ 1000 ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ ഇതിന് മുണ്ട് മടക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് അണ്ണനൊന്ന് മുണ്ട് മടക്കി കുത്തിയ 1000 ലൈറ്റ് ഹൗസ്. ലാലേട്ടൻ നമ്മളോട് ഇങ്ങനെ ചോദിച്ചു എന്താ പറഞ്ഞ 1000 ലൈറ്റ് ഹൗസ് നമ്മളെല്ലാം കാണിച്ചു കൊടുത്തു ഇങ്ങനെ ലാലേട്ടനെ പറ്റി പറഞ്ഞ. അപ്പം അങ്ങനെ ഓരോ കാര്യവും പുള്ളിക്ക് നമ്മൾ പറഞ്ഞപ്പോ പുള്ളിക്കും ഇതാണ് ഇതിന്റെ ഒരു ടോട്ടൽ മീറ്റർ ഇതാണ്. അപ്പൊ ലാലേട്ടൻ കഥ നനഞ്ഞ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നനഞ്ഞെടുത്ത ലാലേട്ടൻ പറഞ്ഞ സെഷനാണ് തുമ്മുമ്പോ. അപ്പൊ ഈ സിനിമയുടെ സ്വഭാവത്തിന് അത്തരം കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ അത് 2 രീതിയിൽ ആലോചിച്ചിട്ടാണ് ലാലേട്ടൻ പറഞ്ഞത്. ഒന്ന് ഈ ക്യാരക്ടർ നമ്മുടെ സിനിമയുടെ സ്വഭാവത്തിൽ ഇത് ഓക്കെയാണ്. പിന്നെ ദിലീപേട്ടൻ എന്നുള്ള ക്യാരക്ടർ ആദ്യമായിട്ട് ഗില്ലി ബാലനെ കാണാം. ഹീറോ ആണ്, പുള്ളിയുടെ മനസ്സിൽ ഹീറോ ആണ്. പുള്ളി കാലങ്ങളായിട്ട് ആഗ്രഹിച്ച സാധനം ഒരാൾ കാണുമ്പോൾ ഉള്ള ഒരു മൊമെന്റ് ആണ്. അപ്പൊ അത് ഇത്രയും ഹൈ ആയിട്ട് കിട്ടിയ അത് ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ള പുള്ളി പറഞ്ഞു. ഞാനപ്പോ ആദ്യം തന്നെ പറഞ്ഞത് ഇതാണ് എന്റെ പടത്തിന്റെ മീറ്റർ. കഥ പറഞ്ഞു തുടങ്ങി ഒരു 5 മിനിറ്റിന് ശേഷമാണ് ലാലേട്ടൻ ഈ കാര്യം പറയുന്നത്. പുള്ളി തുമ്മിയ നമുക്ക് ഇത്രയും സാധനം കിട്ടൂലേ, ഭയങ്കര നമ്മളൊരാൾ മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. ലാലേട്ടനെ പോലത്തെ ഇത്രയും വലിയ ഒരാള് നമ്മള് കഥ ഇത്രയും നമ്മളൊരു ചെറിയൊരു പടമാണ്, ഈ പറഞ്ഞ പോലെ ഒരു സ്പൂഫ് ചെറിയൊരു പടം. അപ്പൊ അതിനെ പോലും പുള്ളി മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഭയങ്കര കാര്യം. ഈ പുലിമുരുകൻ ടൈമില് എങ്ങനെയായിരുന്നു ലാലേട്ടനായിട്ട് കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ചെറിയ രീതിയിലുണ്ട്. ഞാൻ അന്ന് ക്ലാപ്പ് ആയിരുന്നു. അതാണോ ബ്രദർ ഫോട്ടോ ഇട്ടത് ക്ലാപ്പ്? അതെ. അപ്പൊ അതില് വളരെ കുറച്ച് സമയം മാത്രമേ ലാലേട്ടനൊക്കെ ആയിട്ട് നമുക്ക് ക്ലാപ്പ് ചെയ്യുന്ന ഒരാൾ, അത് ഇത്രയും വലിയൊരു പടത്തിൽ ക്ലാപ്പ് ചെയ്യുന്ന ഒരാൾ റേഡി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, ചെറുതാ. അപ്പൊ അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഈ റിയലോജിയുടെ ഐഡിയ എവിടുന്ന? ഞങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോ പറയാറുണ്ട് റിയൽ ദാദാ സാഹിബ്
ഫാൽക്കെ ആ, അവാർഡിന്റെ കിട്ടിയ അവിടെ സമയത്തുള്ള ആ എന്തായാലും തലമുറകളുടെ നായകൻ നമ്മൾ അത് അതിനെ ഫിക്സ് നമുക്കുണ്ടായിരുന്നു. ചെയ്തിട്ടാണ്. അതെന്തായാലും നമ്മൾ അത് വെച്ചിട്ടാണ് ഇടാന്ന് വിചാരിച്ചിരുന്നത്, തലമുറകളുടെ നായകൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതിന് ഒരു എക്സ്ട്രാ ബൂസ്റ്റ് റീലോഞ്ച് അത് കണ്ടപ്പോ നമുക്ക് ആ ഒരു ഇത് അവിടെ നിന്ന് കിട്ടി. പിന്നെ അതുപോലെ അതില് അതില് പറയുന്നത് ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ആത്മാവിന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് ആ. സിനിമ. അതും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ. ബിജു പാപ്പൻ പറയുന്ന പോലെ റെഫറൻസുകളൊക്കെയാണ് നമ്മൾ ട്രൈ ചെയ്തത്. പിന്നെ ഈ ലാലേട്ടന്റെ ഈ സിഗരറ്റ് കത്തിച്ചിട്ട് ഇങ്ങനെ തിന്മകളിലോട്ട് എറിയുമ്പോ ഇങ്ങനെ സ്മോക്കിംഗ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അർമോ പറഞ്ഞത് ലാലേട്ടൻ അത് തന്നെ കത്തിച്ചിട്ട് ലാലേട്ടൻ ഇങ്ങനെ ഇട്ടാന്ന് അതെ, പറയുന്നത്. അതെ. അതുപോലെ തന്നെ കൈ ഇങ്ങനെ മുടക്കിയതും ലാലേട്ടൻ ജസ്റ്റ് ഗ്ലിംസ് ഉറപ്പ് ലാലേട്ടൻ ചെയ്താന്ന് അല്ല, പറയുന്നത്. അത് പറഞ്ഞതായിരുന്നു, കൈ ഇങ്ങനെ പൊക്കി ഉം. ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലാണ് ലാലേട്ടൻ ചെയ്തത്. അത് നമ്മൾ രണ്ടും റെഫറൻസും പറഞ്ഞു. വിജയും വിജയ് ഫാൻ എന്നല്ല, വിജയന്റെ ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് ഈ പടത്തിൽ ആ. നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി കണക്ട് ചെയ്ത് രണ്ടും ഒന്നിച്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ. പിന്നെ വേറൊരു എന്തോ ഒരു രസം, എന്തോ ഒരു മാജിക് നമ്മൾ അന്ന് ഫീൽ ചെയ്തു വെച്ചാൽ ലാലേട്ടൻ അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര നോർമലായിട്ട് നടന്ന് ഇങ്ങനെ എറിയുന്നു നടന്നു പോകുന്നു. ആ. എന്നിട്ട് നമ്മൾ ചെന്നിട്ട് മോണിറ്ററിൽ ഇത് നമ്മളിങ്ങനെ സ്ലോ മോഷനിൽ കാണുമ്പോൾ ഉം. ലാലേട്ടൻ ഇതിന്റെ ഇടയിൽ എന്തൊക്കെയോ ഒപ്പിച്ചിട്ടുള്ളതെന്നുള്ളത് നമുക്ക് ആ. ഇത് അത് കാണുമ്പോൾ ഓരോ നമുക്ക് സ്റ്റേജിലും മനസ്സിലാവും. ലൈവ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാത്ത സാധനങ്ങൾ അത് പിന്നെ എഡിറ്റിൽ കാണും. പിന്നെ ഡബ് അത് ചെയ്യുമ്പോൾ അതിൽ ഭയങ്കര- ഓരോ സ്റ്റേജിലും ലാലേട്ടൻ നമ്മൾ തന്നെ ചെയ്തിരിക്കുന്ന നോട്ട് ചെയ്തിട്ട് സാധനങ്ങൾ സ്ക്രീനിൽ വന്നിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യമുണ്ട് ലാലേട്ടൻ ഇങ്ങനെ ഒരു സാധനം അപ്പൊ അതിനകത്ത്. ഉം. അപ്പൊ അത് പുള്ളി എങ്ങനെയാണ് ആ പെട്ടെന്ന് ആ മൊമെന്റിൽ അതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഉം. ഇപ്പോഴും മനസ്സിലാവാത്തൊരു മാജിക് ആണ്. ഈ ദിലീപേട്ടനും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മൂവ്മെന്റ്സ്. ഇപ്പോ ചഞ്ചൽ ലോറിയുടെ ഐക്കോണിക് ഷോട്ട് നിങ്ങൾ അതെ. റീക്രിയേറ്റ് ചെയ്തു. ഇന്റർ ബ്ലോക്ക് ഫുള്ളും എന്താ പറയാ, ദിലീപേട്ടൻ അങ്ങനെ നമ്മൾ ഒരുപാട് നാളെ അത്രയും ഹെവി ആക്ഷൻ ബ്ലോക്കിൽ കണ്ടിട്ട്. അപ്പൊ ആക്ഷനെ പറ്റി പറഞ്ഞപ്പോ എന്തായിരുന്നു? അല്ല, ആക്ഷന്റെ സമയത്ത് ഞാൻ ആകെ ഒറ്റ കാര്യം ദിലീപേട്ടൻ ചിരിച്ചോണ്ട് അടിച്ചാൽ മതി. ആ. ഭയങ്കര സീരിയസ് ഫേസ് ഉണ്ട്, ചിരിച്ചോണ്ട് അടിച്ചാൽ അത് വേറൊരു ഫീൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആ ഫൈറ്റ് കാണാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഭയങ്കര ചിരി, എനർജിയിൽ ഇതുവരെ ദിലീപേട്ടൻ അങ്ങനെ ചിരിച്ചടിച്ചതായിട്ട് എവിടെയും ഞാൻ കണ്ടിട്ടില്ല സിനിമകളിൽ. ഉം. അപ്പോൾ ചിരിച്ചടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മളെ പടത്തിന്റെ ഒരു മൂഡും ഒക്കെ വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും. പിന്നെ പുറത്തിന് ആ പാട്ടുകളും പരിപാടികളൊക്കെ വരുമ്പോൾ ഉം. ഉണ്ടാകുന്നൊരു സാധനം. പിന്നെ ഈ ചഞ്ചൽ ഷോട്ടൊക്കെ ഞാൻ അന്ന് റൺവേ കണ്ട മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോട്ടും കൂടിയാണ്. അത് എങ്ങനെ എടുത്തു എന്നുള്ള ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ട ഒരു സാധനം. പക്ഷെ ആ. സിമ്പിളായിട്ടൊരു ക്യാമറ വെച്ചിട്ട് അത് അങ്ങനെ എടുത്തു എന്ന് ആണ് പിന്നെ മനസ്സിലാക്കിയത്. ആദ്യം കാണുമ്പോൾ എനിക്ക് അറിയില്ല അത് എങ്ങനെ എടുത്തു എന്നുള്ളത്, എങ്ങനെ ജിപ്സി ഒളിപ്പിച്ച് വെച്ചു കയറി വന്നു എന്നൊക്കെ ഉള്ളത്. അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഭയങ്കര സന്തോഷം. അത് ചെയ്ത മേക്കേഴ്സിനും ജോഷി സാറിനൊക്കെ ആണ് അത്. ടോർപിഡോ നിങ്ങൾ ശരിക്കും ഉണ്ടാക്കിയതാണോ? ഏതാ വണ്ടിയോ? ആ. ആ വണ്ടി നമ്മൾ ഉണ്ടാക്കിയല്ല, അങ്ങനെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ഓൾട്ടർ ചെയ്ത് നമ്മളേതായ രീതിയിൽ ചെയ്തതാണ്. ഈ റിയാസ് ഖാൻ വരുന്നുണ്ട്, ദേവ്ജി വരുന്നുണ്ട്. ഇവരൊക്കെ ചൈൽഡ്ഹുഡ്. ഇപ്പൊ ദേവ്ജി ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവര് ദേവ്ജി മൂവ്മെന്റ് വേണമെന്ന് പറഞ്ഞാണ് ധനഞ്ജയ് വന്നിങ്ങനെ ദേവൻ സാർ ഒരിക്കലും ഇന്റർവ്യൂ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾ ചെന്ന് ദേവ്ജി മൂവ്മെന്റ്സ് ആണോ ചോദിച്ചത്? അല്ല, പുള്ളിയോട് ദേവ്ജി എന്നാണ് പേരെന്ന് പറയുന്നതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും ആത്മഹത്യ. പുള്ളി അത്രയും സീനിയർ ആളല്ലേ, നമുക്കറിയില്ല പുള്ളി ഇതൊക്കെ ഈ ഓൺലൈനിൽ എങ്ങനെ എടുക്കാന്ന് അറിയില്ലല്ലോ. ട്രോള് ഓൺലൈനൊക്കെ കണ്ടിരിക്കുന്ന ആളാണോന്നൊന്നും നമുക്ക് അറിയില്ല. പുള്ളിയൊക്കെ എല്ലാരും നമ്മളെ സെയിം വൈബിലേക്ക് എത്തിയതാണ്. ഇപ്പൊ ദേവൻ ചേട്ടൻ അല്ല ആ ക്യാരക്ടറെങ്കിൽ നമുക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ ആ റോൾ ഉണ്ടാവില്ല. പിന്നെ വേറെ ഒരാളില്ല അത് ചെയ്യാൻ. വേറെ ആര് വന്നിട്ട് ആ ദേവ്ജി ചെയ്താലും ഇമ്പാക്റ്റും ഉണ്ടാവില്ല. ഇപ്പൊ കിങ്ങിലെ സീന അതേ സിഗരറ്റ് തന്നെയാണ്, ഏതാണ്ട് ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ആ സീൻ ഉള്ളത്. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും വേറൊരു ഓഫീസർ വരുന്നതും അത് കണ്ടിട്ട് ദേവ്ജി ആദ്യം പറയുന്ന ഡയലോഗ് ഉണ്ട്, ഇയാള് മിസൈലിൽ കയറിയാണ് വന്നത്. അതൊക്കെ കൃത്യം നമ്മൾ ആ സീൻ തന്നെയാണ് ഇപ്പുറത്തേക്ക് വെച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിൽ. അപ്പൊ അത് ദൈവത്തേട്ടോട് പറഞ്ഞു ചേർന്ന് ഇങ്ങനെ ചെയ്ത സീൻ തന്നെയാണ് നമ്മളിങ്ങനെ. പുള്ളി ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. പിന്നെ പുള്ളിയും ഈ ഓൺലൈനിലൊക്കെ വരുന്ന ട്രോൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദേവ്ജി സംഭവങ്ങൾ അതൊക്കെ പുള്ളിക്കും ഭയങ്കര നന്നായിട്ട് അറിയാം. പുള്ളി അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളും കൂടെയാണ്. അപ്പൊ അതും കൂടെ കൊണ്ട് അതൊക്കെ എളുപ്പമായി കുറച്ചുകൂടെ. ഈ പറഞ്ഞ പോലെ കുറെ സാൻഡി മാസ്റ്ററിന് ഭയങ്കര കിടിലൻ റോളായിരുന്നു. നിങ്ങൾ ഏതാ സാൻഡി മാസ്റ്റർ അപ്രോച്ച് ചെയ്ത്? ഫസ്റ്റ് പാർട്ടിന് വേണ്ടിയാണ് അപ്രോച്ച് ചെയ്തത്? അല്ലല്ല, നമ്മളിതിലെ റോളിന് വേണ്ടിട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്തത്. നമ്മളെ ലിയോക്ക് ശേഷം ടൈമിലൊക്കെയാണ് അത് കണ്ടിട്ടാണ് അന്ന് എനിക്ക് തോന്നുന്നു ഇതൊന്നും ആയില്ല, നമുക്ക് ശേഷമാണ് ലോക. അതിനുശേഷം നമ്മുടെ വന്നിട്ട് എനിക്കൊന്ന് കത്തനാറിൽ അഭിനയിച്ചു, പിന്നെ ലോക്കയില്, പിന്നെ അത് ആദ്യം റിലീസായി. ഇപ്പൊ സാൻഡി മാസ്റ്റർ മലയാളത്തിലും ഭയങ്കര ഫെമിലിയർ ആയി ആളായി നമ്മുടെ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക്. എങ്ങനെ സാൻഡി മാസ്റ്ററോട് ഡാൻസും പാക്കേജ് ആണല്ലോ, ബൈ വൺ ഗെറ്റ് വൺ പോലെ. അപ്പൊ അതെങ്ങനെയായിരുന്നു അഴിഞ്ഞാട്ടം? ലാലേട്ടന്റെ ദിലീപേട്ടന്റെ ആക്ച്വലി ഇവര് കിടിലൻ ഡാൻസേഴ്സ് ആണ് രണ്ടുപേര്. നമുക്കറിയാം ഇവര് ചൈന ടൗണിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്, ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതും കൂടെ റീക്രിയേറ്റ് ചെയ്ത് അഴിഞ്ഞാട്ടത്തിന്റെ BTS ആൻഡ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ? അഴിഞ്ഞാട്ടത്തില് ഇവരെ രണ്ടുപേരും ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള മൂവ്മെന്റുകൾ ഉണ്ടായാൽ നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സ്ഥിരം ചെയ്യുന്ന പോലെ അല്ലാത്ത ഒരു പുതിയൊരു സാധനം അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ആളുകൾക്ക് അത് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ
വന്നാൽ നല്ലതായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലും നമ്മൾ ആ ഡാൻസിൽ നമ്മൾ കുറേ റെഫറൻസുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ആ സാധനം. കാരണം വെച്ചാൽ കുറേ ആൾക്കാർ വേണമെന്നുണ്ടായിരുന്നു ഡാൻസിൽ. കാരണം അങ്ങനത്തെ ഒരു പാട്ട് മലയാളത്തിൽ കുറവാണ്. ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായില്ല. ഒന്നുമില്ല, തമിഴ് പടം പോലെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്തൊരു പടമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും അതുകൊണ്ട് ഗുഡ് ബാഡെങ്കിലും വന്നത് ശരിക്കും ഹെൽപ്ഫുൾ ആയോ നിങ്ങൾക്ക്? ജോണർ കുറച്ചും കൂടി കിട്ടാൻ, അതെ ആളുകൾക്ക് കുറച്ചും കൂടി കിട്ടാൻ ഹെൽപ്പായി തോന്നുന്നുണ്ട്. ഒരു ചെറിയ സെഗ്മെന്റ് ഇറ്റ്സ് ലൈക്ക് ദിസ് ഓർ ദാറ്റ്. ദിലീപേട്ടൻ്റെയും ലാലേട്ടൻ്റെയും പടങ്ങൾ വെച്ചിട്ടാണ് ആദ്യം നമ്മൾ ദിലീപേട്ടൻ്റെ പടത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്. നിങ്ങൾ രണ്ടുപേര് ടീമാവുക, ഒരാൾ ഒറ്റയ്ക്കുക. ഓക്കെ, സല്ലാബും ഓർമാനത്തെ കൊട്ടാരം നിങ്ങൾ ടീം ആയിക്കോ. അതിനാണ് വേണമെങ്കിൽ നൂറിനും തരഞ്ചി ടീം ആക്കി. 5 സല്ലാബം നമ്മുടെ കല്യാണ സംബന്ധികം. സല്ലാബം ഓർ പഞ്ചാബി ഹൗസ് ഓർ തെങ്കാശിപ്പട്ടണം ഓർ ഈ പറക്കുന്നളിക ഓർ മീശമാധവൻ ഓർ പാണ്ടിപ്പട മീശമാധവൻ ഓർ ചെസ് മീശമാധവൻ ഓർ മൈ ബോസ് മീശമാധവൻ ഓർ റൺവേ ഓർ രാമലീല റൺവേ ഓർ കമാര സംഭവം റൺവേ ഓർ ബബുബ. നിങ്ങൾ റൺവേ ഫാൻസ്? പിന്നെ ഉറപ്പായിട്ടും. ലാലേട്ടൻ്റെ ദേവാസുരം ഓർ നരസിംഹം? അത് അതിനൊരു എക്സ്പ്ലനേഷൻ പറയാം. അത് കണ്ട ഏജ് വെച്ചിട്ടാണെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ നരസിംഹമായിരിക്കും. ഇപ്പോഴത്തെ പിന്നീട് കാണുമ്പോൾ അത് മാറ്റമുണ്ട്. പക്ഷെ എന്നാലും നരസിംഹം എന്റർടൈൻമെന്റ് കാര്യത്തിൽ അങ്ങ് പീക്കിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. കാരണം അന്ന് ഞാൻ അതിൽ അവർ എഴുതി വെച്ചൊരു ടാഗ് ലൈൻ എൻ്റെ മനസ്സിൽ അന്ന് ഞാൻ കാസറ്റ് ഒക്കെ വാങ്ങിയിട്ട് എൻ്റെ ശബ്ദരേഖ കേൾക്കുന്നുണ്ടായിരുന്നു. നായക സങ്കല്പങ്ങളുടെ പൂർണ്ണത എന്നാണ് എൻ്റെ മേലെ എഴുതി വെച്ചത്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്കൊരു സാധനം അതാ ഏജ് വെച്ചിട്ട് അതിനെ പറയാം. അവിടെ നിന്നാണ് തലമുറകളുടെ നായകനൊക്കെ ഒരു അന്ന് അങ്ങനെ അതിലുള്ള സാധനത്തിനാണ്. ഓക്കെ, നരസിംഹം ഓർ തുടരും? നരസിംഹം ഓർ ഹൃദയപൂർവ്വം? നരസിംഹം ഓർ ദൃശ്യം? ദൃശ്യം ഓർ രാവണപ്രഭു? രാവണപ്രഭു ഓർ ദൃശ്യം 2? രാവണപ്രഭു ഓർ ആറാം തമ്പുരാൻ? ആറാം തമ്പുരാൻ ഓർ ചോട്ട മുംബൈ? അത് ഇതേപോലെ കമ്പയറിസൺ പറ്റില്ല. എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. കംപ്ലീറ്റ്ലി വേറെ വൈബിലുള്ള ഒരു പടം. ആറാം തമ്പുരാൻ നമുക്ക് കുറച്ചുകൂടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു. ഓക്കെ, ആറാം തമ്പുരാൻ ഓർ പുലിമുരുകൻ? ആറാം തമ്പുരാൻ ഓർ ബമ്പം? ശരിക്കും പടം കഴിഞ്ഞിട്ട് ലാലേട്ടൻ ശരിക്കും എന്താ പറഞ്ഞത്? പടം ഫുൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളി ഉണ്ടായിരുന്ന എല്ലാ ദിവസവും പുള്ളി ഭയങ്കര ഹാപ്പിയും ഭയങ്കര ചില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരാളാണോ, ഇങ്ങനെ ഇത്രയും ചില്ലായിട്ട് ഒരാളാണോ എന്നുള്ളതാണ് നമ്മള് ഇത്രയും വലിയ ആള് നമ്മളെ സെറ്റിൽ വന്ന് നമ്മൾ പുള്ളിനോട് ബിഹേവ് ചെയ്യുന്ന റെഡി ആയിരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ പുള്ളിനെ എന്താ പറയാ ഇങ്ങനെയൊക്കെയാണോ ഇതിന്റെ രീതികൾ, പുള്ളിനെ ചെയ്യേണ്ടതൊക്കെയുള്ളൊരു ഡൗട്ടുകളൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ പുള്ളി എല്ലാത്തിലും കംഫർട്ടായിരുന്നു. പുള്ളി മാക്സിമം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോയെന്നാണ് തോന്നുന്നത്. അപ്പൊ അതിന് നമ്മൾ ഷൂട്ടിൽ നിന്ന് പോയ ഉടനെയാണ് മറ്റേ ഐഡിയ സ്റ്റാർ സിംഗറിലെ പരിപാടിയിൽ അപ്പൊ നമ്മളെ അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും പുള്ളിയും ഭയങ്കര എൻജോയ്ഡ് ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. ഈ ഗോപാലൻ സാറിനെ അഭിനയിപ്പിക്കാനുള്ള ഡാൻസ് കളിപ്പിക്കാനുള്ള ഒരു നമുക്ക് എന്തോ അങ്ങനെ തോന്നി. സാറിന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ അങ്ങനെയൊക്കെയാണ് പുറത്തറിയാം. സാറ് പക്ഷെ സാറ് തമാശ പറയുകയും ചിരിക്കും ഒക്കെ ചെയ്യുന്ന എല്ലായിടത്തും ഭയങ്കര കൗണ്ടറൊക്കെ പറയുന്ന ആക്ച്വലി പബ്ബയുടെ ഒരു സ്റ്റെപ്പ് ഒരു ഇവന്റില് സ്റ്റേജിൽ അത് നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയതാ. അപ്പൊ ഈ സ്റ്റെപ്പ് സാറിന് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ കളിച്ചതാ. സാർ അങ്ങനത്തെ ഒരു വേറൊരു നമ്മൾ പുറത്ത് കാണുന്ന പോലെ അല്ലാത്ത ഒരു വേറൊരു വൈബുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിക്ക് ഡാൻസ് കളിക്കാന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഓക്കെയാണ്, ഡാൻസ് കളിക്കാൻ വരുന്നുണ്ടാ പുള്ളിയും ഭയങ്കര അടിച്ചു പൊളിച്ച് നമ്മുടെ കൂടെ നിന്ന്. അപ്പൊ നമ്മളിങ്ങനെ മുത്തച്ചേട്ടനോട് ഇങ്ങനെ പറയും, ചേട്ടാ ഇങ്ങനെ ചെയ്ത മുത്തച്ചേട്ടനാണ് ബാക്കി
നമ്മളെ കൂടെ നിൽക്കുന്ന പുള്ളിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആളാണല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അറിയില്ല ഇനി എന്തെങ്കിലും പറയുമ്പോ പുള്ളിക്ക് ഇഷ്ടാവോ. അപ്പൊ കൃഷ്ണ ചേട്ടനത് ഞാൻ ഡാൻസ് കളിക്കണം, ഞാൻ സെറ്റാക്കാം പറഞ്ഞിട്ട് പുള്ളി പോയി സെറ്റാക്കും. ഈ ശരിക്കും ബബ്ബ റിലീസായി കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് 2 വിമർശനങ്ങൾ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇത് ആർക്കും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ജോണർ ക്രാക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ എൻജോയ് ചെയ്യേണ്ടവർക്ക് എക്സ്ട്രീം എൻജോയ്മെന്റും എൻജോയ് ചെയ്യാത്തവർക്ക് പീക്ക്, അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ 2 എക്സ്ട്രീം. ശരിക്കും നിങ്ങൾ ഈ ഒരു ഐഡിയ റിലീസിന് മുമ്പ് എക്സ്പെക്ട് ചെയ്തിരുന്നു? 2 എക്സ്ട്രീം തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ള ഉറപ്പായിരുന്നു. അല്ലെങ്കിൽ മീറ്റർ ആ ഒരു ടെൻഷനും ആ റിസ്ക് ഫാക്ടർ നമുക്ക് ഉണ്ടെന്നുള്ളത് അറിയാം. അത് ഈ ജോണറിന്റെ റിസ്ക് ഉള്ളതാണ്. കാരണം ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ അധികം ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ചില സീനിലൊക്കെ വെച്ച റെഫറൻസുകളോ അല്ലെങ്കിൽ അത്തരം സ്പൂഫുകളൊന്നും എല്ലാവർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്കിപ്പോ തോന്നുന്നുണ്ട് നമുക്ക്. അപ്പം അങ്ങനെ മനസ്സിലാവാത്ത കാര്യങ്ങൾ വന്നാൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ അസ്ഥാനത്താവാം, അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സ് ഈ സിനിമയുടെ സ്വഭാവം ഇങ്ങനെയാണ്, അപ്പൊ അത് കൃത്യമായിട്ട് ആ സ്വഭാവവും അതിന്റെ ഒരു സ്പൂഫ് നേച്ചറും ഒക്കെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഒഫൻഡഡ് ആവാം. അപ്പൊ അത് ഈ ഒരു ജോണറിൽ അത്തരത്തിലൊരു റിസ്ക് ഉണ്ട് നമ്മൾ അറിയായിരുന്നു. പക്ഷെ അതിപ്പോ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്നുള്ളൂ. ഓഡിയൻസ് പറയുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫീഡ്ബാക്ക് നമ്മൾ ഈ ഒരു ജോണർ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തതാണ്. നമ്മൾ ഈ ഒരു പടത്തിന്റെ മൂഡിൽ മാത്രമേ ഇതിന്റെ എല്ലാ സീനുകളും വരുന്ന എല്ലാ സീനുകളും നമ്മൾ ഈ പറഞ്ഞ പല സിനിമയിൽ കണ്ടതും അങ്ങനെയുള്ള സീനുകളാണ്. അപ്പോൾ അത് പല സിനിമകളുടെ സീനുകൾ ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അതിന് ചിലപ്പം ഭാവിയിൽ എപ്പോഴും മനസ്സിലാവുന്നതായിരിക്കും. ചില സീനുകൾക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ചില ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സീനുകൾ, പ്രത്യേകിച്ച് കിഡ്നാപ്പിംഗ് സീനിൽ ഭയങ്കര അധികം വിമർശനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും നേരിട്ടിട്ടുണ്ട്. ശരിക്കും അതിന്റെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് റൈറ്റർ ഡയറക്ടേഴ്സിന്? നമ്മുടെ സൈഡിൽ നിന്നുള്ള എക്സ്പ്ലനേഷൻ വരുന്നല്ല, അത് ഈ സിനിമയുടെ പക്ക കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് മാത്രമാണ് ആ സീനിനെ നോക്കി കാണേണ്ടതെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അത് ഇപ്പൊ ചോദിച്ച ഒരു പർട്ടിക്കുലർ സീനിൽ ഈ സിനിമയുടെ ആന്റഗണിസ്റ്റ് ആയിട്ടുള്ള ഇപ്പൊ വിനീതേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, അദ്ദേഹം ഇപ്പൊ ഈ സിനിമയ്ക്ക് ഒരു നർമ്മം സ്വഭാവം ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നെങ്കിൽ പോലും അദ്ദേഹം ഈ സിനിമയിൽ വില്ലനാണ്. അപ്പോ ആ വില്ലന്റെ ചിന്താഗതിയിൽ നിന്നും ഉണ്ടാകുന്ന അല്ലെങ്കിൽ വില്ലൻ പറയുന്ന ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നിന്നും ഉള്ള ഒരു വിഷ്വലൈസേഷൻ ആണ് ഈ സിനിമയിൽ ആ പർട്ടിക്കുലർ സീൻ. അപ്പം ആ സീൻ പോലും റെഫറൻസ് ആണ്. ഒരു സിനിമയിൽ നമ്പർ അടക്കം കോസ്റ്റ്യൂം അടക്കം അത് അങ്ങനെ റെഫറൻസ് ആയിട്ട് ഒരു വില്ലന്റെ ചിന്താഗതിയിൽ ഉണ്ടാവുന്ന ഒരു ശരിയായ ചിന്താഗതിയിലല്ല വില്ലൻ ചിന്തിക്കുന്നത്. പക്ഷെ ഈ സിനിമയുടെ അപ്പൊ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് കൂടെ ഉള്ള ക്യാരക്ടർ ആ ചിന്താഗതിന് അയ്യേ എന്താണ് സാർ എന്ന് ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു ബ്രേക്കിംഗ് ഒക്കെ ആ കോണ്ടെക്സ്റ്റിലും സീനിന്റെ ഉള്ളിലും ഉണ്ട്. അപ്പം അത് ഒരുപക്ഷെ അത് ചിലപ്പം കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പിന്നെ ചിലർ എനിക്ക് തോന്നുന്നു ഇപ്പൊ എത്തിയെങ്കിലും ചിലർ വേറെ രീതിയിൽ ഇതിനെ കാണാൻ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കുന്ന വെച്ചാൽ അതിന്റെ മുന്നും പിന്നും ഒക്കെ വേറെ ഡയലോഗ്സ് ഒക്കെ ചേർത്തിട്ടാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനത്തെ ഡയലോഗ് നമ്മുടെ സിനിമയിൽ ഇല്ലാത്ത പേരുകളും അല്ല. അപ്പൊ അതിന് പറയുമ്പോ ആളുകൾ കാണണ്ടെന്ന് ആ ഒരു ഉദ്ദേശത്തോടെ പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം സിനിമ കാണണ്ടെന്ന് പറയുന്നതെന്നുള്ള തോന്നുന്നു. സിനിമയിലെ ഒരു കാര്യം ഒരാൾക്ക് ഇപ്പൊ സ്പൂഫ് ഇഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ ഇന്ന സീൻസ് വർക്ക്ഔട്ട് ആവാതിരിക്കുക, അത് കംപ്ലീറ്റ്ലി അപ് ടു ദ ഓഡിയൻസ് ആണ്. നമ്മൾ ഓഡിയൻസിന്റെ മുമ്പിലേക്ക് സിനിമ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഇത് കാണാൻ പാടുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ അവർ കാണുള്ളൂ. പക്ഷെ ഇത്രേ ഉള്ളൂ, നമ്മളുടെ ഈ സിനിമയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് ഈ സിനിമയിലുള്ള ഓരോ കഥാപാത്രങ്ങളും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് കോണ്ടെക്സ്റ്റിൽ മാത്രം അത് തീർന്നാലാണ് അതെല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആവുക. നമ്മളും അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ല അതിന്റെ പുറമേയുള്ള മറ്റെന്തെങ്കിലും അതൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ പോലും അത് സിനിമയായി കാണുക എന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള റിവ്യൂസിൽ 2 തരത്തിലുള്ള റിവ്യൂസ് ഉണ്ടെന്ന് പറയും. ശരിക്കും എപ്പോഴെങ്കിലും അത് ഭയങ്കര പേഴ്സണലായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ടോ ഈ എക്സ്ട്രീം ഇപ്പുറത്തെ സൈഡിലുള്ള റിവ്യൂസ്? എന്തായാലും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. നമുക്ക് എന്തായാലും വിഷമം നമ്മൾ വിചാരിച്ച നല്ല രീതിയിൽ ഇപ്പൊ പ്രൊഫൈലിലൊക്കെ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ സീൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സൈബർ അറ്റാക്ക് രൂപത്തിലായിരുന്നു. ചില ഈ പറഞ്ഞ കൃത്യമായിട്ട് റിവ്യൂ നമ്മളത് അറിയിക്കാൻ എപ്പോഴും ഒരു ഗുഡ് ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ വേ ഉണ്ട്. അപ്പം അതിന് ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നമ്മളെ ഭയങ്കര പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഇത് നമ്മളിലേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ അതിൽ നമുക്ക് കുറച്ചൊരു നമുക്ക് ഫീൽ ചെയ്ത് വരുന്നില്ല. അത് നമ്മളെ ഇത് അറിയിക്കാനോ അല്ലെങ്കിൽ ഈ സിനിമയിൽ അത് ഉണ്ടായെന്നൊരു ഗുഡ് കോസിന് വേണ്ടിയുള്ള സംസാരിക്കുന്ന ആൾക്കാർ ഒരിക്കലും അങ്ങനെ ഡീൽ ചെയ്യില്ല. അവര് ഇപ്പൊ അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു കൺസേൺ, നിങ്ങൾ പറഞ്ഞ പോലത്തെ കൺസേൺസ് ഒക്കെ നമ്മളോട് പേഴ്സണലി പറയുകയും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഇൻഡസ്ട്രിയിലെ സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ആൾക്കാരുണ്ട്. പക്ഷെ അതല്ലാതെ ഈ ഒരു കോസിനെ മുതലെടുത്തത് വേറെ രീതിയിലേക്ക് ആക്കുന്ന ആൾക്കാർ ഒത്തിരി പേര്, അത്
ചില മീഡിയാസ് അടക്കമുണ്ട്. അപ്പം അത്തരത്തിലുള്ള റോങ് നെറേറ്റീവ്സ് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിനോടൊന്നും നമ്മളും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊരു ഗുഡ് പ്രാക്ടീസ് അല്ലല്ലോ. അപ്പൊ അതന്നെ നമ്മൾ വിടാന്നുള്ളേ ഉള്ളൂ. എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള വേറെ കാര്യമുണ്ട്. ഇതിനകത്ത് ഒരുപാട് പുറകിൽ നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഒരുപാട് വർഷം TV-ലും അല്ലാണ്ട് കണ്ടിട്ടുള്ള ഒരുപാട് പേരുടെ പ്രസൻസ് പബ്ബിലുണ്ടായിരുന്നു. അത് ഭയങ്കര പെക്യുലർ പിക്കായിരുന്നു നിങ്ങളുടെ. അതൊക്കെ നമ്മള് നമ്മുടെ ADs ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദിത്യനെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ കൂടെ നിൽക്കുന്ന കുറേ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു റോളാണെങ്കിലും ചെറിയ ഈ പറഞ്ഞ പോലെ അത് എടുത്ത് പറയാൻ പാകത്തിന് ആളുകൾ നോട്ട് ചെയ്തു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മിക്ക ആളുകളും നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മളൊരു സിനിമ ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകൾ ഇപ്പം ഇതിനകത്ത് ഓൾറെഡി വലിയ കാസ്റ്റ് ആളുകളുണ്ട്. അതിൽ ചിലപ്പം പെട്ടെന്ന് വന്ന് പോകാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതും ഇത്രയും ആർട്ടിസ്റ്റ് ഉള്ള ഒരു പടത്തിൽ ഇത്ര സ്ക്രീൻ സ്പേസ് ആളുകൾക്ക് കിട്ടും. അപ്പൊ അത് മാക്സിമം എല്ലാവർക്കും തുല്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ അഭിനയിച്ച ആക്ടേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും. ഇവരെ രണ്ടുപേരും ഡയറക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? നല്ല രസമായിരുന്നു. വേറെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അറിയാം, നമ്മളൊന്നാമത് നമ്മളിത് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഭിനയിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ സീനും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വിചാരിച്ച മീറ്റർ തന്നെയാണ് 5 മിനിറ്റ് എടുത്താണെങ്കിലും 100 എടുത്താണൊക്കെ വരിക. 5 കുറച്ച് കഷ്ടപ്പെട്ടത് അത് വിചാരിച്ചില്ല. അല്ല മറ്റേ കാര്യം പറയല്ലേ, എന്റെ ഐഡിയ പോയി അല്ല. പക്ഷെ എനിക്കും ഭയങ്കര, ഞാൻ അഭിനയിക്കാനായിട്ട് സിനിമയിൽ വന്ന ആളാണ്. അപ്പൊ അഭിനയിക്കുന്ന സിനിമകളിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പ്ലാൻ ബി ആയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന സാധനം എടുത്ത് മുന്നോട്ട് വെച്ചാണ് ഞാൻ മധുരം എന്ന് പറഞ്ഞ സിനിമ എഴുതി. അങ്ങനെയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആവുന്നത്. അപ്പം അഭിനയമോഹം എന്തായാലും ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്തായാലും അത് മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. നമുക്കത് ആഗ്രഹം വരും. നമ്മുടെ സുഹൃത്തായോണ്ട് തന്നെ നമ്മൾ അപ്പം തന്നെ പറയും നമുക്ക് എനിക്ക് എന്താ റോൾ എഴുതിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് നമ്മൾ അതങ്ങനെ എഴുതുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ തോന്നുന്നത് വലിയ തെറ്റൊന്നുമില്ലല്ലോ. നമ്മുടെ ആ ഒരു ഇഷ്ടം ഉള്ളിൽ കിടക്കില്ല. അത് നമ്മളങ്ങ് കയറി അഭിനയിക്കല്ലോ. നമ്മളിപ്പോ അത് പ്രൊഡക്ഷനോട് പറയണം, അവരുടെ സമ്മതം വേണം. ബാക്കി ആർട്ടിസ്റ്റ് ഇത്ര ആക്ടേഴ്സ് ഉണ്ട്, അവരോടൊക്കെ നമുക്ക് അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പുതിയൊരാൾ വന്ന് അഭിനയിക്കുമ്പോൾ അവരും കൂടി കംഫർട്ട് ആവണല്ലോ. അങ്ങനെയുള്ള എല്ലാ രീതിയിലൂടെയും പോയിട്ട് തന്നെയാണ് ഫൈനൽ സിനിമ തീരാറാകുമ്പോൾ ഒരു ക്യാമിയോ ഉണ്ട്. അത് ശരിക്കും നമ്മള് പ്ലാൻ ചെയ്തൊരു സാധനം തന്നെയായിരുന്നു. നമ്മൾ ആഗ്രഹം ഇതിപ്പോ ലാലേട്ടനാണെങ്കിലും ആഗ്രഹമാണ്, ഈ പറഞ്ഞ ഈ അവസാനത്തെ സൂര്യ ആണെങ്കിലും ആഗ്രഹമാണ്. പക്ഷെ ഇതൊക്കെ നടന്നത് നമ്മുടെ പ്രൊഡക്ഷൻ നമ്മുടെ കൂടെ ഇപ്പൊ വേണോ റെഡി എന്ന് വെച്ചാൽ അത് അവർക്കറിയാം. ഇതിന്റെ നമ്മളിനി എന്താണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം മൂർത്തിച്ചേട്ടനാണെങ്കിലും ഒക്കെ അറിയാം. ഇതിന്റെ എന്താണ് അടുത്ത പാർട്ടിൽ വരാൻ പോകുന്നതെന്നൊക്കെ. അപ്പൊ അതിന്റെ ഒരു വലിപ്പം കണ്ടിട്ടാണ് പുള്ളി അത് നമുക്ക് തരുന്നത്. പാർട്ട് 2 എഴുതിയിട്ടുണ്ട്. ഉൾപ്പെടെയാണ് നമ്മൾ ഈ സിനിമയായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ തന്നെ നമ്മൾ കുറെ ഹിന്റുകൾ ഇട്ട് പോയ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കണക്ട് ആവണമെങ്കിൽ ഇപ്പൊ പക്ഷെ ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഈ സിനിമ തോന്നുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അത് കംപ്ലീറ്റ് ആവും. അത് അങ്ങനത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ പറയാതെ പോയ കാര്യങ്ങളും അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സീനിൽ വന്നു അല്ലെങ്കിൽ എൻഡിൽ എന്തുകൊണ്ട് ഇവിടെ നിന്നുപോയി എന്നൊക്കെ പറഞ്ഞതിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്ന് തോന്നുന്നു. ദിലീപേട്ടനോട് പറഞ്ഞപ്പോ എന്തായിരുന്നു പാർട്ട് 2 ആദ്യമേ പറഞ്ഞത് നമ്മൾ ഇങ്ങനത്തെ 2 ഭാഗമായിട്ട് കൺസീവ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതാണ് ഇനി അടുത്തൊരു നെക്സ്റ്റ് ലീഗിലേക്കാണല്ലോ കയറാൻ. ഇത് ഈ പടത്തില് ദിലീപേട്ടന് പേരില്ലാണ്ടാണ് നമ്മൾ കാണിച്ചിരുന്നത്. അവസാനത്തെ പോയിന്റിലാണ് പേര് കാണിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ലീഗിലേക്കുള്ള ഒരു പോക്കാണ്. അപ്പൊ ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് നമുക്കിനി. ലാലേട്ടന്റെ ഏരിയ കഴിയുമ്പോൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അണ്ണനും അവനും ചെയ്ത കാര്യങ്ങൾ അതിന് 1.5 കാലമായിരുന്നു. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ലാലേട്ടൻ പറയുന്നുണ്ട് മറ്റേ എന്താണ് ഞാൻ ഇവിടെ വരാനുള്ള കാരണം എന്നുള്ളത് പറയണമെങ്കിൽ ഈ സമയം പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അത് നമ്മുടെ ആഗ്രഹം. അതിൽ ത്രൂ ഔട്ട് ലാലേട്ടൻ ഉണ്ടാവും ഉറപ്പായിട്ടും. ഈ ആ പേര് പോലെ തന്നെ ആയിരിക്കും ഓസ്കാറും ബ്രദർ സ്റ്റോറി. ഈ ശരിക്കും ഇപ്പൊ ധനഞ്ജയുടെ ലൈഫില് എല്ലാ പടങ്ങളുടെയും എടുത്തു കഴിഞ്ഞാൽ ഷാൻ റഹ്മാൻ ഒരു ഭയങ്കര ക്രൂഷ്യൽ പോയിന്റ് ആണ്. ഇപ്പൊ ഫസ്റ്റ് ടീസർ വന്നപ്പോഴും ഷാനിക്ക ഉണ്ടായത്. ഇപ്പൊ ടുവേർഡ്സ് എൻഡ് ആണ് ഗോപിയേട്ടൻ വരുന്നത്. ശരിക്കും അതെന്തായിരുന്നു അതിന്റെ ഒരു ഗോപിയേട്ടൻ വരാനുണ്ടായ ഒരു ഫാക്ടർ? അല്ല, ഷാനിക്ക നമുക്ക് പാട്ടുകളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് ആദ്യം മുതലേ. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇതിന്റെ നമ്മൾ ഷൂട്ട് കുറച്ച് മാറി ഷെഡ്യൂളൊക്കെ ആയി മാറിയപ്പോൾ ഷാനിക്കും കുറച്ച് ഷൂട്ടിന്റെ തിരക്കുകളും പരിപാടിയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ അഭിനയിക്കുന്ന ഒരു പടമൊക്കെ വന്നപ്പോൾ ഇതിന്റെ ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ സമയങ്ങൾ പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ പിന്നെ അതിനൊരു മാറ്റിയൊരു ചിന്ത ഉണ്ടായത്. അത് ആദ്യം മുതലേ നമുക്ക് പാട്ട് തന്നെയാണ് പുള്ളി ആദ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ചിരിച്ചാൽ ലൈറ്റ് ഹൗസ് ആരുടെ ഐഡിയ ആയിരുന്നു? ചിരിച്ചാൽ ലൈറ്റ് ഹൗസ് അടിച്ചാൽ പവർ ഹൗസ്
ഈ പറഞ്ഞ അത് കൊടുത്ത് പിന്നെ ഗോപിച്ചേട്ടൻ ഗോപിച്ചേട്ടനാണത്. ആ സാധനം ട്യൂൺ ചെയ്തിരിക്കുന്നത് ഗോപിച്ചേട്ടനാണ്. നമ്മൾ കൊടുത്തൊരു ഐഡിയ ആണ്. വരി ധനഞ്ജയ് അല്ല, വിനായകൻ കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒന്നിച്ചിരുന്ന് ഈ വിനായകമായിട്ട് ഇരിക്കുമ്പോഴും നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് എഴുതുന്ന സാധനങ്ങളാണ്. വിനായകൻ ഭയങ്കര ഫാൻ ബോയ് ആണ്. അപ്പം വിനായകൻ ആ ഒരു ഫാൻ ബോയ് മൂഡിൽ തന്നെയാണ് എല്ലാം അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഹൈപ്പ് കയറി ആയാലും അങ്ങനത്തെ ഒരു ആ ഒരു മൂഡിൽ തന്നെയാ ആ പാട്ടിന്റെ ലിറിക്കൊക്കെ അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത പടത്തിനുള്ള പരിപാടികൾ അപ്പാർട്ട് ഫ്രം ബബബ 2 എന്തെങ്കിലും ഉണ്ട്? നമ്മൾ ഉടനെ പരിപാടികൾ പ്ലാനിങ്ങിലുണ്ട്. ഈ വിനീതേട്ടൻ സോണിൽ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം? തീർച്ചയായിട്ടും ഇനി ആ സോണിലാണ് ഒരു സിനിമ. നമ്മൾ തുടങ്ങിയത് അവിടെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം പുള്ളി തന്നെയാണ്. എന്തായാലും പുള്ളിനെ വിട്ടിട്ട് ഒരു റൊമാൻറ്റിക് അല്ല, എന്തായാലും നമ്മള് പല ജോണറും നമ്മളെ മനസ്സിലുണ്ട്. ഇത് നമ്മളൊരു ട്രൈ ആയിട്ട് ചെയ്തതാണ്. വിനീതേട്ടനായാലും ഭയങ്കര നമുക്ക് ആദ്യം എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒരു ധൈര്യത്തിന്റെ പുറത്ത് നമ്മളൊരു റിസ്ക് എലമെന്റോട് കൂടി തന്നെ നമ്മൾ എല്ലാവരും ഇറങ്ങി തിരിച്ചാണ്. കാരണം ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ആഗ്രഹം വിനീതേട്ടനും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം എന്നാ പിന്നെ നമുക്കൊരു ട്രൈ നോക്കാം, അതെങ്ങനെയാണ് ഇവിടുത്തെ ഓഡിയൻസ് എടുക്കുക, അതറിയാം, ഫീഡ്ബാക്ക് എന്നൊക്കെ വെച്ച് അങ്ങനെ തന്നെ നമ്മൾ ഇറങ്ങിയതാണ്. നന്നായിട്ട് എടുക്കുന്ന പറയുന്ന സന്തോഷമാണ്. അത് ഒരു ടാർഗറ്റ് ഓഡിയൻസ് എല്ലാ സിനിമയ്ക്കും ഉണ്ടാവുമല്ലോ. ഈ സിനിമയുടെ ടാർഗറ്റ് ഓഡിയൻസ് ഇതിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത ആൾക്കാർക്ക് മിക്സഡ് റെസ്പോൺസ് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ എല്ലാം ഫീഡ്ബാക്ക് തന്നെയാണ്, എല്ലാം ഗുണകരം തന്നെയാണ്. അതെല്ലാം എടുക്കും. ഈ ബിഫോർ കൺക്ലൂഡ്, ധ്യാൻ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, വിനീതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇവർ രണ്ടുപേരുടെയും വർക്കിംഗ് സ്റ്റൈലില് ഭയങ്കര ഇൻവോൾവ് ആയ ആളാണല്ലോ. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താ ഡയറക്ട് ചെയ്യുമ്പോൾ? രണ്ടുപേരും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ വിനീതേട്ടൻ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഒരു സീൻ എടുക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, അതിൻ്റെ എല്ലാ സാധനത്തിനെ പറ്റിയിട്ടും പുള്ളി എന്താ പറയുക കുറേ ഐഡിയാസ് ഉണ്ടാവും. പുള്ളി ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടാവും, പരിപാടികൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ധ്യാനേട്ടൻ നേരെ മറിച്ച് നമുക്ക് പുള്ളി ഭയങ്കര അത് ഈ പറഞ്ഞ ക്യാൻവാസ് വൈസും അല്ലെങ്കിൽ നമുക്കത് പൊളിച്ച് പിടിക്കണം എന്നൊക്കെ. വിനീതേട്ടൻ കുറച്ചും കൂടി ഡയലോഗും പരിപാടികളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേറൊരു രീതിയിൽ കാണുന്നതായിട്ട് തോന്നുന്നുണ്ട്. ധ്യാനേട്ടൻ അതിൻ്റെ ഒരു പൊളിക്കൽ അല്ലെങ്കിൽ അതിനൊരു ഇമ്പാക്ട് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് രണ്ടാളും ഈ പറഞ്ഞ കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഭയങ്കര ഭാഗ്യമാണ് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ വർക്ക് ചെയ്യാൻ. അത് ഭയങ്കര ഇപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മളിപ്പോ നമുക്ക് ഭയങ്കര വിഷമമുണ്ടായ ഈ സമയത്ത് ഭയങ്കര ഇതുവരെ അവരങ്ങനെ കണ്ടിട്ടില്ല. അത് ഭയങ്കര നമ്മളും ഭയങ്കര ഇമോഷണലി ഇതായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് തിയേറ്ററിൽ കൺസേർട്ട് മൂഡിലാണ് വരുന്നത്. രാവണ പ്രഭുവിനൊക്കെ നിങ്ങൾ കണ്ട പോലെ അത് റീക്രിയേറ്റ് ചെയ്തതിൽ വലിയ രീതിയിൽ സന്തോഷമുണ്ട്. അപ്പോൾ തുടർന്നും ഒരുപാട് സിനിമകളിലൂടെ ഞങ്ങളെ എന്റർടൈൻ ചെയ്യിക്കാൻ 3 പേർക്കും സാധിക്കട്ടെ. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു.